I am Joseph Chaco. Welcome once again to ELAP English Language Acquisition Program. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി വലിയൊരു സംരംഭത്തിൻ്റെ പാതയിലാണ്. ഇംഗ്ലീഷ് സംസാരിക്കണം. എപ്പോഴും ഞാൻ പറയാറുണ്ട്, 3 ഘട്ടങ്ങൾ വിജയകരമായി മറികടന്നെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു ഭാഷ, ഒരു ഫോറിൻ ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലേറ്റവും പ്രധാനമായി ലേൺ ഓൾ ദ സെൻറ്റൻസ് പാറ്റേൺസ് ഇൻ ദാറ്റ് ലാംഗ്വേജ്. ആ ഭാഷയിലെ എല്ലാ സെൻറ്റൻസ് പാറ്റേൺസും പഠിക്കുക. അടുത്തത് വൊക്കാബുലറി അറ്റൈൻ ചെയ്യുക, പദശേഖരം. തേർഡ് വൺ, ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് വോക്കൽ പ്രാക്ടീസ്. നമ്മുടെ നാവിനും അതുപോലെയുള്ള വോക്കൽ ഓർഗൻസിനും ഈ ഭാഷ ഒന്ന് വഴങ്ങി വരത്തക്ക രീതിയിൽ ശക്തമായ പരിശീലനം നൽകുക. അതിനുള്ള പരിശീലനമാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. എല്ലാ സെൻറ്റൻസ് പാറ്റേൺസും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സെൻറ്റൻസ് പാറ്റേൺസും കൺസ്ട്രക്ഷൻസും എങ്ങനെയാണ് നമ്മുടെ വോക്കൽ ഓർഗൻസിനെ പരിചിതമാക്കിയെടുക്കുന്നത് വോക്കൽ എക്സസൈസ് വഴി, അതും കൂടി എല്ലാ ക്ലാസ്സുകളിലും പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനെറ്റിലൂടെ, യൂട്യൂബിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ ക്ലാസ്സുകൾക്കൊന്നും പണം ആരും മുടക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതിയാവും. നമുക്ക് പ്രയോജനപ്പെടുന്നത് മറ്റുള്ളവർ കൂടി പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ അതൊന്ന് ഷെയർ ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുമല്ലോ. ഞാൻ നിങ്ങളോടൊപ്പം നിന്ന് ചിന്തിക്കുകയും അതിവേഗം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനാവശ്യമായ പരിശീലനം നിങ്ങൾക്കുണ്ടാകുവാനായി ശക്തമായി ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്, ശ്രമിക്കുകയും ചെയ്യുകയാണ്. പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഈ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആക്ഷൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. കണ്ടിന്യൂസ് ആക്ഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഇതിന് മുൻപൊരു ക്ലാസ്സിൽ പരിശീലിച്ചിരുന്നു. അത് യെസ് ഓർ നോ ക്വസ്റ്റ്യനോട് കൂടിയ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസ് ആയിരുന്നു, പാറ്റേൺസ് ആയിരുന്നു. അത് നിങ്ങൾ നന്നായി പരിശീലിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവിഷൻ ആദ്യ ഭാഗത്തുണ്ട്. എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യനോട് കൂടി ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുന്നതും എങ്ങനെയാണ് അതിന് കൃത്യമായി ആൻസർ ചെയ്യുന്നതും എന്ന് നമ്മൾ പഠിക്കാൻ ആരംഭിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ടെൻസുകൾ, അതായത് പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസുകൾ നമ്മൾ പരിശീലിച്ചു. നിങ്ങൾ ഓർമ്മ പുതുക്കാൻ വേണ്ടി അല്പമൊന്ന് പുറകോട്ട് പോകുന്ന ഒരു സ്വഭാവം കൂടി നമ്മളൊന്ന് ആർജിച്ചെടുക്കണം, ഒരു റിവിഷൻ എന്ന നിലയ്ക്ക്. ഈ ക്ലാസ് നിങ്ങൾ കാണുമ്പോൾ ഇതിന് തൊട്ട് മുൻപിലുള്ള ക്ലാസ് നിങ്ങൾ നന്നായി കണ്ട് ആ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ടൊരു ബന്ധം ആക്കിയെടുത്ത് ഈ ക്ലാസ് കാണുകയാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. കണ്ടിന്യൂസ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് പ്രസൻറ്റാണ്. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് പാസ്റ്റാണ്. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ടെൻസിൻ്റെ പേര് പറഞ്ഞാൽ നമ്മളൊരു ഫോർമലായിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ടെൻസിൻ്റെ പേര് നമ്മളൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കണ്ടിന്യൂസ് ടെൻസസ് ആണ്. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്. ഈ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെയും പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെയും ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ അതുകൂടി ഒന്ന് കാണണം. ഈ ക്ലാസ്സിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെയും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെയും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെയും ക്വസ്റ്റ്യൻ വേർഡോടുകൂടി എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്, ആൻസർ ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിക്കാം. ലെറ്റ്സ് ലേൺ ഹൗ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രാക്ടീസ് ഓൾ ദാറ്റ് സെൻറ്റൻസസ് ഇൻ ദിസ് ക്ലാസ്. ഈ ക്ലാസ്സിൽ 2 ടാസ്കുകൾ, 2 ചലഞ്ചസ് നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അല്പം വേഗത കുറച്ച് പറഞ്ഞു തരും. കാരണം ക്ലാസ്സുകൾക്ക് അല്പം വേഗത കൂടുതലാണ്, ഫോളോ ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. അല്പം സാവകാശം, വേഗത കുറച്ച് പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് കമൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ, ഞാൻ സെൻറ്റൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അല്പം വേഗത കുറച്ച് പറഞ്ഞു തരാം. പക്ഷേ 2 തരത്തിലുള്ള ചലഞ്ചസ് ഈ ക്ലാസ്സിലുണ്ട്. 20 സെക്കൻഡ്സ് ചലഞ്ചും ഉണ്ട്, 30 സെക്കൻഡ്സ് ചലഞ്ചും ഉണ്ട്. ആ 20 സെക്കൻഡ്സ് ചലഞ്ചിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റിവിഷൻ സെൻറ്റൻസുകളാണ്. അവിടെ ഒരു കൗണ്ട് ഡൗൺ ടൈമർ നൽകിയിട്ടുണ്ട്. ആ ടൈം ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് സെൻറ്റൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനല്പം വേഗത കൂടുതലാണ്. ഒരു പക്ഷേ ഫസ്റ്റ് ചാൻസിലോ സെക്കൻഡ് ചാൻസിലോ യു മേ നോട്ട് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ ചലഞ്ച് സക്സസ്ഫുള്ളി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രൈ ആൻഡ് ട്രൈ. അപ്പോൾ ഈ 20 സെക്കൻഡ്സിനകം ആദ്യത്തെ ചലഞ്ചും 30 സെക്കൻഡ്സിനകം സെക്കൻഡ് ചലഞ്ചും കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ആ ഒരു ലെവൽ നിങ്ങൾ അറ്റൈൻ ചെയ്യുന്നത് വരെ നിങ്ങളൊന്ന് ശ്രമിക്കണം. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് ഒരു ചായ്വുണ്ടാവും. അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുക. ചലഞ്ചുകൾ നിങ്ങൾക്ക് ഒരു ടഫ് ടാസ്ക്കായി തോന്നിയേക്കാം, എങ്കിലും ശ്രമിക്കണം, അത് നേടിയെടുക്കാൻ ശ്രമിക്കണം. അതിവേഗതയിൽ പരിശീലിക്കണം. അപ്പോൾ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്
പല തരത്തിലുള്ള പ്രയോജനങ്ങളാണ്. ഒന്ന്, സെൻറ്റൻസ് പാറ്റേൺസ് നിങ്ങൾ പഠിക്കുക, അല്പം ഫോർമലായിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കുക, അതോടൊപ്പം തന്നെ അത് പരിശീലിക്കുക, അത് സംസാരിക്കുക, കമ്മ്യൂണിക്കേഷന് വേണ്ടി ഭാഷ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തമായ പരിശീലനം വോക്കൽ ഓർഗൻസിന് നൽകുക. അത്രയും ലക്ഷ്യങ്ങളാണ് നമ്മുടെ ഈ ക്ലാസ്സിനുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ തുടർച്ചയുമായി ബന്ധപ്പെട്ട ഒരു സമയക്രമമാണ് പരിശീലിക്കുവാൻ പോകുന്നത്. ഇത്തരം സെൻറ്റൻസുകൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി നമുക്ക് ഏതാനും ചില സെൻറ്റൻസുകൾ ഒന്ന് നോക്കാം. ഹീ ഈസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. ഹീ ഈസിൻറ്റ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. ഈസ് ഹി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? ഈസിൻറ്റ് ഹി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? അവൻ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അവൻ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അവൻ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഹി വാസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. ഹി വാസിൻറ്റ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. വാസ് ഹി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? വാസിൻറ്റ് ഹി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? അവൻ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അവൻ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? അവൻ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഹി വിൽ ബി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. ഹി വോണ്ട് ബി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. വിൽ ഹി ബി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? വോണ്ട് ഹി ബി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? അവൻ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരിക്കും. അവൻ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമോ? അവൻ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ? ഇതൊന്ന് ശ്രദ്ധിക്കുക. ആം വർക്കിംഗ്, ഈസ് വർക്കിംഗ്, ആർ വർക്കിംഗ്. ആം, ഈസ്, ആർ എന്ന ഓക്സിലറി വെർബ്സ് പ്രസൻ്റാണ്. അവിടെ ടൈം നൗ എന്നോ അറ്റ് പ്രസൻ്റ് എന്നോ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് എന്നോ ടുഡേ എന്നോ ഉള്ള പ്രസൻറ്റിനെ സൂചിപ്പിക്കുന്ന ടൈം എക്സ്പ്രഷൻസ് ആണ് വരുന്നത്. അടുത്തത് വാസ് വർക്കിംഗ്, വെയർ വർക്കിംഗ്. ഇത് പാസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. യെസ്റ്റർഡേ എന്നോ ദെൻ എന്നോ ഒക്കെയുള്ള ടൈം എക്സ്പ്രഷൻസ് അവിടെ ഉപയോഗിക്കാം. അടുത്തത് വിൽ ബി വർക്കിംഗ് ഓർ ഷാൽ ബി വർക്കിംഗ്. ഇത് ഫ്യൂച്ചറിനെയാണ് സൂചിപ്പിക്കുക. അവിടെ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ഏത് ടൈം എക്സ്പ്രഷൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു കണ്ടിന്യൂസ് ആക്ഷനാണ്. പറയുന്ന സമയത്തായാലും കഴിഞ്ഞുപോയ സമയത്തായിരുന്നാലും ഭാവിയിലായിരുന്നാലും ഇതൊരു കണ്ടിന്യൂസ് ആക്ഷനാണ്. സെൻറ്റൻസുകളുടെ ഒരു മോഡൽ പ്രാക്ടീസ് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് ലിസൺ ടു ആഞ്ചല. He is working in the field. He isn't working in the field. Is he working in the field? Isn't he working in the field? He was working in the field. He wasn't working in the field. Was he working in the field? Wasn't he working in the field? He will be working in the field. He won't be working in the field. Will he be working in the field? Won't he be working in the field? Can you say aloud the sentences in the next page and complete within 20 seconds? If you couldn't complete the task within 20 seconds, please repeat and repeat. ഇനി നമുക്ക് ഇത്തരം സെൻറ്റൻസുകളിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നും ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം എന്തെന്നും മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ വേർഡ്സ് ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. വാട്ട്, വിച്ച്, വെൻ, വെയർ, ഹൂ, ഹും, ഹൂസ്, വൈ, ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ ഓഫൺ, ഹൗ ഓൾഡ്. വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹീ ഈസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. അവൻ എന്ത് ചെയ്യുകയാണ്? അവൻ പാടത്ത് പണി ചെയ്യുകയാണ്. വാട്ട് വാസ് ഹി ഡൂയിങ്? ഹീ വാസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. അവൻ എന്ത് ചെയ്യുകയായിരുന്നു? അവൻ പാടത്ത് പണി ചെയ്യുകയായിരുന്നു. വാട്ട് വിൽ ഹി ബി ഡൂയിങ്? ഹി വിൽ ബി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. അവൻ എന്ത് ചെയ്യുകയായിരിക്കും? അവൻ പാടത്ത് പണി ചെയ്യുകയായിരിക്കും. ഓരോ സെൻറ്റൻസിലും സമയത്തിൽ വരുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. നമുക്ക് വെൻ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കാം. വെൻ ഈസ് ഹി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? ഹീ ഈസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ഇൻ ദ മോർണിംഗ്. അവൻ എപ്പോഴാണ് പാടത്ത് പണിയെടുക്കുന്നത്? അവൻ പാടത്ത് പണിയെടുക്കുന്നത് രാവിലെയാണ്. വെൻ വാസ് ഹി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? ഹീ വാസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ഇൻ ദ മോർണിംഗ്. അവൻ എപ്പോഴായിരുന്നു പാടത്ത് പണിയെടുത്തത്? അവൻ രാവിലെയായിരുന്നു പാടത്ത് പണിയെടുത്തത്. വെൻ വിൽ ഹി ബി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? ഹി വിൽ ബി വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ഇൻ ദ മോർണിംഗ്. അവൻ എപ്പോഴായിരിക്കും പാടത്ത് പണിയെടുക്കുന്നത്? അവൻ രാവിലെ ആയിരിക്കും പാടത്ത് പണിയെടുക്കുന്നത്. ഹൗ ഈസ് ഹി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? ഹീ ഈസ് വർക്കിംഗ് ഹാർഡ് ഇൻ ദ ഫീൽഡ്. അവൻ എങ്ങനെയാണ് പാടത്ത് പണി ചെയ്യുന്നത്? അവൻ പാടത്ത് കഠിനമായി പണി ചെയ്യുന്നു. ഹൗ വാസ് ഹി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? ഹീ വാസ് വർക്കിംഗ് ഹാർഡ് ഇൻ ദ ഫീൽഡ്. അവൻ എങ്ങനെയായിരുന്നു പാടത്ത് പണി ചെയ്തിരുന്നത്? അവൻ പാടത്ത് കഠിനമായി പണി ചെയ്യുകയായിരുന്നു. ഹൗ വിൽ ഹി ബി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? ഹീ വിൽ ബി വർക്കിംഗ് ഹാർഡ് ഇൻ ദ ഫീൽഡ്.
അവൻ എങ്ങനെയായിരിക്കും പാടത്ത് പണി ചെയ്യുന്നത്? അവൻ പാടത്ത് കഠിനമായി പണി ചെയ്യുന്നതായിരിക്കും. ഹു ഈസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? ഹീ ഈസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. ആരാണ് പാടത്ത് പണിയെടുക്കുന്നത്? അവനാണ് പാടത്ത് പണിയെടുക്കുന്നത്. ഹു വാസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? ഹീ വാസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. ആരായിരുന്നു പാടത്ത് പണിയെടുത്തിരുന്നത്? അവനായിരുന്നു പാടത്ത് പണിയെടുത്തിരുന്നത്. ഹു വിൽ ബി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? ഹീ വിൽ ബി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. ആരായിരിക്കും പാടത്ത് പണിയെടുക്കുന്നത്? അവനായിരിക്കും പാടത്ത് പണിയെടുക്കുന്നത്. വൈ ഈസ് ഹി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? ബിക്കോസ് ഹി വാണ്ട്സ് ടു ലിവ്. എന്തുകൊണ്ടാണ് അവൻ പാടത്ത് പണിയെടുക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ അവന് ജീവിക്കണം. വൈ വാസ് ഹി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? ബിക്കോസ് ഹി വാണ്ടഡ് ടു ലീവ്. എന്തുകൊണ്ടായിരുന്നു അവൻ പാടത്ത് പണിയെടുത്തിരുന്നത്? എന്തുകൊണ്ടെന്നാൽ അവന് ജീവിക്കണമായിരുന്നു. വൈ വിൽ ഹി ബി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്? ബിക്കോസ് ഹി വാണ്ട്സ് ടു ലീവ്. എന്തുകൊണ്ടായിരിക്കും അവൻ പാടത്ത് പണിയെടുക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ അവന് ജീവിക്കണം. വാട്ട്, വെൻ, ഹൗ, ഹൂ ആൻഡ് വൈ. ഇത്രയും ക്വസ്റ്റ്യൻ വേർഡുകളാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഏസർണ ക്വസ്റ്റ്യനോടുകൂടി ഏത് ക്വസ്റ്റ്യൻ വേർഡ് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ ചോദിക്കുന്ന ചോദ്യത്തിന് ആ ക്വസ്റ്റ്യന് ഒരു ആശയമുണ്ടാകണം. എങ്കിൽ മാത്രമേ അതിന് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉപയോഗിച്ച് നമുക്ക് വോക്കൽ എക്സസൈസ് ചെയ്യാം. ബിഫോർ ദാറ്റ്, ലെറ്റ്സ് ലിസൺ ടു ജോസിയ. What is he doing? He is working in the field. What was he doing? He was working in the field. What will he be doing? He will be working in the field. When is he working in the field? He is working in the field in the morning. When was he working in the field? He was working in the field in the morning. When will he be working in the field? He will be working in the field in the morning. How is he working in the field? He is working hard in the field. How was he working in the field? He was working hard in the field. How will he be working in the field? He will be working hard in the field. Who is working in the field? He is working in the field. Who was working in the field? He was working in the field. Who will be working in the field? He will be working in the field. Why is he working in the field? Because he wants to live. Why was he working in the field? Because he wanted to live. Why will he be working in the field? Because he wants to live. Now let's try the 30 seconds challenge. നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ പ്രയോജനം ചെയ്തു എന്നെനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളത് പരിശീലിക്കണം. പല പ്രാവശ്യം നിങ്ങൾ ക്ലാസ് കാണുകയും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തന്നിരിക്കുന്ന സെൻറ്റൻസ് നിങ്ങൾ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. പുതിയ വോക്കൽ എക്സസൈസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.